വെൽക്കം ടു മൂവി ബ്രാൻഡ്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് വിജയ് സേതുപതി. മക്കൾ സെൽവൻ എന്നാണ് ആരാധകർ താരത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത്. നടനായും നിർമ്മാതാവായും ഗാനരചയിതാവായുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് താരം. അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് താരം. മഹാരാജയാണ് വിജയ് സേതുപതിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. ജൂൺ 14-ന് തിയേറ്ററുകളിലെത്തിയ മഹാരാജയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തിന്റെ 50ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും മഹാരാജയ്ക്കുണ്ട്. അതേസമയം വിജയ് സേതുപതിയുടേതായി ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് വിടുതലൈ പാർട്ട് 2. ഇപ്പോഴത്തെ ഈ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. മഹാരാജയുടെ പ്രൊമോഷനിടെയായിരുന്നു വിജയ് സേതുപതി ഇതേക്കുറിച്ച് സംസാരിച്ചത്. ചിത്രത്തിൽ മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിലെ തന്റെയും മഞ്ജു വാര്യരുടെയും കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു രസകരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വാത്യാർ എന്ന തന്റെ കഥാപാത്രത്തിനായി വെട്രിമാരൻ മനോഹരമായ ഒരു ലവ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. തനിക്കും നടി മഞ്ജു വാര്യർക്കും ഇടയിലാണ് ഈ റൊമാന്റിക് ട്രാക്ക് നടക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ ഫൈനൽ കട്ടിൽ ഈ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യരുതെന്ന് വെട്രിമാരനോട് താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും വിജയ് സേതുപതി വെളിപ്പെടുത്തി. വിജയ് സേതുപതിയുടെ ഈ വെളിപ്പെടുത്തൽ ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. സൂരി, ഗൗതം വാസുദേവ് മേനോൻ, കിഷോർ, രാജീവ് മേനോൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ഫിലിം കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിജയ് സേതുപതിയുടെ കഥാപാത്രം അതിഥി വേഷത്തിലൊതുക്കി വിടുതലൈ ഒറ്റ സിനിമയായാണ് താൻ ആദ്യം വിഭാവനം ചെയ്തതെന്ന് വെട്രിമാരൻ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. സിനിമ മുഴുവനും സൂര്യയുടെ കഥാപാത്രത്തെ ബന്ധപ്പെടുത്തിയാണ് എഴുതിയിരുന്നത്. എന്നിരുന്നാലും ചിത്രീകരണം ആരംഭിച്ചപ്പോൾ വിടുതലയുടെ ലോകം വ്യാപ്തിയിലും സ്കെയിലിലും റൺ ടൈമിലും വികസിച്ചുകൊണ്ടിരുന്നു. ഇത് സിനിമയെ 2 ഭാഗങ്ങളായി വിഭജിക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയായിരുന്നു. പ്രശസ്ത തമിഴ് മലയാളം നോവലിസ്റ്റ് ബി ജയമോഹനന്റെ തുനൈവൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, കിഷോർ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അതേസമയം വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. ലൂസിഫറിന്റെ 2ാം ഭാഗമായ ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. അഭിനയത്തിനപ്പുറം തന്റേതായ വിനോദങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു. യാത്രകളും ഡ്രൈവിംഗും റൈഡിംഗും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് താരം. അതോടൊപ്പം കരിയറിലെ തിരക്കുകളിലുമാണ് നടി. മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ്. ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ, തുനിവ് എന്നീ 2 സിനിമകളും ഹിറ്റായി. ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാൻ, മിസ്റ്റർ എക്സ്, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ളത്. ചിത്രത്തിൽ രജനീകാന്തിന്റെ കൂടെ മുഴുനീള കഥാപാത്രമായി തന്നെ മഞ്ജു എത്തുന്നുണ്ട്. മലയാളത്തിൽ ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട്. ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.